പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഈ അമ്മമാർക്ക് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് നൽകാൻ കഴിയുമോ? ഒരൽപ്പം മരുന്ന് വാങ്ങി നൽകാൻ കഴിയുമോ? വല്ലപ്പോഴും ഈ അമ്മമാരെ ഒന്ന് കാണാനായി എത്തിച്ചേരാമോ? അതെ പ്രേക്ഷകരെ, ഇത് കൊല്ലം ജില്ലയിൽ ഇരവിപുരം എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ ട്രസ്റ്റാണ്. 50-ൽ പരം അമ്മമാരാണ് ഇവിടെ താമസിക്കുന്നത്. എല്ലാവരും ഉണ്ടായിട്ടും എവിടെ വെച്ചോ അനാഥമായി പോയ കുറേയേറെ ജന്മങ്ങൾ. ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചവരും മാനസിക നില തെറ്റി റോഡിൽ അലഞ്ഞു തിരിഞ്ഞവരുമൊക്കെയാണ് ഈ കാണുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മറ്റെന്തെങ്കിലും ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ ഈ അമ്മമാരെ കൂടി ഒന്ന് ഓർക്കാമോ? ഭക്ഷണത്തിനും അമ്മമാരുടെ മരുന്നിനുമൊക്കെയായി ഇപ്പോൾ ചെറിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഈ സ്ഥാപനം കടന്നു പോകുന്നത്. നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ സഹായിക്കുക. പലവ്യഞ്ജന സാധനങ്ങളായും അരിയായും ഭക്ഷണമായും മരുന്നുകളായും സാമ്പത്തിക സഹായങ്ങളായും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ബാല്യവും കൗമാരവും യൗവനവും കടന്ന് വാർദ്ധക്യത്തിലെത്തിയപ്പോൾ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട ഈ അമ്മമാരെ നമുക്ക് ചേർത്ത് നിർത്താം. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, സഹായങ്ങൾ എത്തിച്ചു നൽകുക. സ്ഥാപനത്തിൽ ഇപ്പോൾ തെരുവിൽ നിന്നും കൊണ്ടുവരുന്ന സഹോദരിമാരാണെങ്കിലും ഇവരാരും അനാഥരല്ല. ഇവർ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും വിവാഹം കഴിച്ച് മക്കളും ഒക്കെ ആയിട്ട് ജീവിച്ചിട്ടുള്ളവരാണ്. അവരുടെ ബോധം നഷ്ടപ്പെട്ടിട്ട് എങ്ങനെയോ അവർ തെരുവീതികളിലാകുന്നതാണ്. അപ്പൊ അവര് നമ്മൾ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി അവരെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി മരുന്ന് കൊടുത്ത് സ്നേഹം കൊടുത്ത് ആഹാരം കൊടുത്തു കഴിയുമ്പോൾ നമ്മളെക്കാൾ അവർ ഒരാഴ്ച കൊണ്ട് നമ്മളെക്കാൾ ഉപരിയായി അവർ നല്ല സുബോധമുള്ളവരായി മാറുന്നുണ്ട്, സൗന്ദര്യമുള്ളവരായി മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന സഹോദരങ്ങളെ അവർക്കൊരു ജീവിതം കൊടുക്കുവാനായി നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് വരാം. അതിനായി നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എന്തെങ്കിലും അടിയന്തരങ്ങളോ ആവശ്യങ്ങളോ വരുമ്പോൾ ഈ ഇങ്ങനെയുള്ള സഹോദരൻ കൂടി ഓർത്തിട്ട് ഒരു നേരത്തെ ആഹാരമോ അല്ലെങ്കിൽ വസ്ത്രമോ മറ്റുള്ള ആവശ്യങ്ങൾക്കോ മരുന്നിനോ ഇവർക്ക് ഡെയിലിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും അവരാൾ സഹായിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഓരോ സഹോദരങ്ങളും ഇവരെ സഹായിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. നിങ്ങൾക്കെല്ലാം കൂടുതൽ പ്രവർത്തിക്കുന്നത് പ്രസിഡന്റ്, ഇതിന്റെ ബോർഡ് മെമ്പേഴ്സും എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. എല്ലാവരും നല്ല ഒത്തൊരുമയോടുകൂടി സന്തോഷത്തോടെ സഹകരിക്കുന്നതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഇനി ഒത്തിരി സഹായങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒത്തിരി മെയിൻ്റനൻസ് വരും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വരും, മരണം വരും. ഡെയിലി ഇവരെ 3-4 പേരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പോഴൊക്കെ ഒത്തിരി കാര്യങ്ങൾക്ക് നമ്മൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാവർക്കും നാട്ടുകാർക്ക് സഹായിക്കുവാൻ സാധിക്കുന്ന നല്ല മനസ്സായ സഹോദരങ്ങൾ ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴോ മറ്റെന്തെങ്കിലും ഒക്കെ വരുമ്പോഴോ ഈ സ്ഥാപനത്തെ ഒന്ന് ഓർത്തുകൊണ്ട് ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സന്തോഷകരമായിരിക്കും. അതിനായി എല്ലാവരെയും ദൈവനാമത്തിൽ ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.